പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മനി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യ കേന്ദ്രമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുടിയേറ്റക്കാരുടെ ഒരു വലിയ ഒഴുക്ക് തന്നെ ജർമ്മനിയിലേക്ക് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ജർമ്മനിയുടെ ഇപ്പോഴത്തെ നിലയും പശ്ചാത്തലവും ഒത്തിരി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നവംബർ ആദ്യ വാരത്തിൽ ഇവിടുത്തെ ഗവൺമെന്റിലെ 3 മുഖ്യ കക്ഷികൾ തമ്മിലുള്ള ഉരസല് പെട്ടെന്നൊരു പൊട്ടിത്തെറിയിലേക്ക് മാറി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് ഇന്നത്തെ മുഖാമുഖം പരിപാടിയിലെ വിഷയം. ഈ വിഷയത്തില് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് നിങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രവാസി ഓൺലൈൻ്റെ പല അഭിമുഖത്തിലും വന്ന് കൃത്യമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ള, നിങ്ങളൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ പ്രിയ സുഹൃത്തും ഞങ്ങളുടെ ഒരു അഭ്യുതകാംക്ഷിയും, അതുപോലെ പല കാര്യങ്ങൾക്കും ഞങ്ങൾ കൂടുതൽ ഉപദേശവും തേടി വരുന്ന ഒരു വ്യക്തിയാണ്. മറ്റാരുമല്ല, ഡോക്ടർ ജോർജ് അരീക്കലാണ്. അദ്ദേഹം ഇവിടുത്തെ ഒരു മുതിർന്ന കേരള അല്ലെങ്കിൽ ഇന്ത്യൻ ജർമ്മൻ പൗരൻ എന്ന് വിശേഷിപ്പിച്ചാലും തെറ്റാവില്ല. ഈ മുഖാമുഖം പരിപാടിയിലേക്ക് നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ ഡോക്ടർ ജോർജ് അരീക്കൽ അങ്കിളിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം അങ്കിൾ. താങ്ക് യു ജോസ്. നമ്മുടെ ജർമ്മനി ഇപ്പോൾ വലിയ ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതാണ് നമ്മുടെ വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബുണ്ടസ്റ്റാഗില്, അതായത് ബുണ്ടസ്റ്റാഗ് എന്ന് പറയുമ്പോൾ ജർമ്മൻ പാർലമെന്റ്, 21ാം ബുണ്ടസ്റ്റാഗിലെ ജർമ്മൻ പാർലമെന്റിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള ഒരു ഇലക്ഷനാണ്, തെരഞ്ഞെടുപ്പാണ് മുന്നിൽ ഉള്ളത്. സാധാരണഗതിയിൽ അടുത്ത വർഷം സെപ്റ്റംബർ 28 നടക്കേണ്ടിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് ഭരണമുന്നണിയിലെ തകർച്ച കാരണം അത് ഡേറ്റ് പുതുക്കി നിശ്ചയിച്ച ഒരു കാര്യമാണ്. 2025 ഫെബ്രുവരി 23 പുതിയ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് നിലവിലെ 3 കക്ഷികൾ അടങ്ങുന്ന, അതായത് ട്രാഫിക് ലൈറ്റ് മുന്നണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അതിലെ ഒരു കക്ഷിയെ ചാൻസലർ ഒലാഫ് ഷോൾസ് തന്നെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയ ഒരു സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി. അപ്പോൾ സർക്കാരിന്റെ വിശ്വാസ വോട്ട് തേടൽ ഇതിനിടെ നടക്കും. അത് ഡിസംബർ 11 അതിന്റെ പേപ്പറുകൾ നീക്കിയിട്ട് ഡിസംബർ 16 വോട്ടെടുപ്പ് നടത്തി വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ തേടേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അന്ന് ഇത് രക്ഷപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ സ്റ്റൈൻമയർ അതിന് പുതിയ രീതിയിലേക്കും കടക്കും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരി 23 ഉണ്ടാകും. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളുമായി സംസാരിക്കുമ്പോൾ ഇതിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് പോയ ഒരു പശ്ചാത്തലം ഒന്ന് വ്യക്തമാക്കാം. ഓക്കെ ജോസ്. ഈ ട്രാഫിക് ലൈറ്റ് കോalition എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 പാർട്ടികളാണ്. ഒന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി, അവരുടെ ഒരു സിംബോളിക് ആണ് ചുമപ്പ്. പിന്നെ ഫ്രീ ഡെമോക്രാറ്റിക് പാർട്ടി, അവരുടെ ഒരു സിംബോളിക് ആണ് മഞ്ഞ. പിന്നെ ഗ്രീൻ പാർട്ടി, അവരുടെ സിംബോളിക് ആണ് പച്ച. അങ്ങനെ ഒരു ട്രാഫിക്കിന്റെ 3 ലൈറ്റും കാണിക്കുന്ന ഒരു കോalition ആയിരുന്നു ഇതുവരെ. അവര് ഭരണത്തിൽ തുടങ്ങിയിട്ട് 3 വർഷമായി. പക്ഷെ ആദ്യമേ തന്നെ വളരെ ക്ലിയർ ആയിരുന്നു ഈ 3 പാർട്ടികളും ആശയപരമായിട്ട് ചേരുകയില്ല എന്നുള്ള സത്യം. അപ്പൊ അതുകൊണ്ട് അവർ തമ്മിൽ എപ്പോഴും ഇന്റേണൽ ആയിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും തന്നെ വിചാരിച്ചിരുന്നു അവിചാരിതമായിട്ട് തന്നെ ഏതെങ്കിലും സമയത്ത് ഈ കോalition ബ്രേക്ക് ഡൗൺ ആകും. അതിൻ്റെ ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് കാണപ്പെട്ടത് തമ്മിൽ ഒരിക്കലും മനസ്സിലാക്കാത്ത രീതിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായ സമയമാണ് നവംബർ മാസം. അങ്ങനെയാണ് ഫെഡറൽ ചാൻസലർ ഷോൾസ് തീരുമാനിച്ചു ഫ്രീ ഡെമോക്രാറ്റിക് പാർട്ടിയെ ഈ കോalitionൽ നിന്ന് വിടാൻ. അതോടുകൂടി ഈ ഗവൺമെന്റിന്റെ മജോറിറ്റി നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ടതിൻ്റെ കോൺസിക്വൻസ് ആണ് ഈ ഷോൾസ്, അതായത് ഫെഡറൽ ചാൻസലർ, ജർമ്മൻ പാർലമെന്റിൽ വിശ്വാസം തേടി പോകുന്നത്. ഈ വിശ്വാസം തേടി പോകുന്നത് വാസ്തവത്തിൽ വിശ്വാസം ലഭിക്കുവാനല്ല, പ്രത്യുത അവിശ്വാസം രേഖപ്പെടുത്തി പാർലമെന്റിനെ ഡിസോൾവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. അങ്ങനെ ഡിസോൾവ്ഡ് ആകുമ്പോഴാണ്
ജർമ്മൻ പ്രസിഡന്റ് ഡോക്ടർ വാൾട്ടർ സ്റ്റൈൻമയർ തീരുമാനിക്കുന്നത് ജനറൽ എലക്ഷൻ ആരംഭിക്കുവാൻ ആ തീയതി ഈ ഫെഡറൽ പ്രസിഡന്റാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും അനുമാനിക്കുന്നത് അത് ഫെബ്രുവരി 23 ആയിരിക്കുമെന്നാണ്. അപ്പൊ ഇതനുസരിച്ചിട്ടുള്ള ഒരു ഡേറ്റ് ആണ് ഡിസംബർ 11, അതായത് ബുണ്ടസ്ടാഗിൽ വിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന ദിവസം അല്ലേ? വിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് പ്രൊക്ലെയിം ചെയ്യുന്നത് ഡിസംബർ 11-നും ആ വോട്ട് നടക്കുന്നത് ഡിസംബർ 16-നോ. അപ്പൊ അന്ന് മുതൽ 60 ദിവസത്തിനുള്ളിൽ വോട്ടെടുപ്പ് നടക്കണമെന്നാണ് അന്ന് അങ്ങനെയല്ലേ ഭരണഘടനയിലെ അതിന്റെ ആർട്ടിക്കിൾ പറയുന്നത്. അതെ. ഈ ജർമ്മനിയിലെ പ്രത്യേകത അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഹിറ്റ്ലർ വരുന്നതിന് മുമ്പ് പാർലമെന്റിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കണ്ടപ്പോഴാണ് ജർമ്മൻ സിസ്റ്റത്തിൽ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ഒരു ചാൻസലർ ഉണ്ടായിരിക്കും. ആ ചാൻസലറിനെ പബ്ലിക്കായിട്ട് അല്ല വോട്ട് വഴി മാറ്റിയാൽ ആ ചാൻസലറിനെ മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ ഒരു ചാൻസലർ പറയാണ് ഞാനിനി ചാൻസലർ ആകുന്നില്ല, എനിക്ക് പകരം വേറൊരാൾ വരട്ടെ എന്ന് പറഞ്ഞ് ചെയ്യാൻ സാധിക്കില്ല. ആ ചാൻസലറിന് പകരം വേറെ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് വരെ ആ ചാൻസലറായിട്ട് ഇരിക്കും. അതൊരു പ്രത്യേക ജർമ്മൻ ഹിസ്റ്ററിയിലെ എക്സ്പീരിയൻസിന്റെ ഒരു റിസൾട്ടാണ്. അത് ഭരണഘടനയിൽ തന്നെ ഉള്ള ഒരു കാര്യമല്ലേ? അതെ, ഫണ്ടമെന്റൽ ഇതിലുള്ളതല്ലേ? അതെ. കാരണം ഈ ഹിറ്റ്ലർ വരുന്നതിന് മുമ്പ് പല ചാൻസലറും പ്രത്യേക നിയമങ്ങളൊന്നും ഇല്ലാതെ മാറി. അങ്ങനെ മാറി മാറിയാണ് അവസാനം ഈ റൈറ്റിസ്റ്റ് മൂവ്മെന്റിന് കൂടുതൽ പവർ ലഭിച്ചത്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ്. ഇതിനകത്ത് ഇതിപ്പം നേരത്തെയുള്ള തെരഞ്ഞെടുപ്പിൽ നിന്നും പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പിലേക്ക് ഒരു സ്നാപ്പ് തെരഞ്ഞെടുപ്പ് എന്നാണല്ലോ ഇവര് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് യുദ്ധാനന്തര ജർമ്മനിയുടെ ചരിത്രത്തിലെ 4ാമത്തെ സ്നാപ്പ് തെരഞ്ഞെടുപ്പ് എന്നാണ് 2025 തെരഞ്ഞെടുപ്പിനെ ഇവര് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന 1972, 83, 2005 ഇത് ഭരണം ഉള്ളപ്പോൾ തന്നെ ഇവർ നേരത്തെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് വന്ന ഒരു സ്ഥിതി. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. കാരണം ചാൻസലർ തന്നെ ഒരു കൂട്ടുകക്ഷിയുടെ നേതാവിനെയും അവരുടെ മന്ത്രിമാരെയും സസ്പെൻഡ് ചെയ്യും. അതാണ് ഇവിടെ ഏറ്റവും സവിശേഷപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? 1982 അന്നുണ്ടായിരുന്ന ഹെൽമൂത്ത് ഷ്മിറ്റ് SPD-യാണ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ കോalition പാർട്ണറായിരുന്നു ഫ്രീ ഡെമോക്രാറ്റിക് പാർട്ടി. ആ പാർട്ടി ആ ഗവൺമെന്റിൽ നിന്ന് തിരിഞ്ഞുപോയി. പക്ഷെ ആ സമയത്ത് ഹെൽമൂത്ത് കോൾ ഒരു ആൾട്ടർനേറ്റീവ് ചാൻസലറായിട്ട് ഇലക്ഷന് ചേർന്ന് അങ്ങനെ ഹെൽമൂത്ത് കോളിന് മജോറിറ്റി കിട്ടി. ഹെൽമൂത്ത് ഷ്മിറ്റ് വളരെ കഴിവുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചാൻസലറിന് മാറേണ്ടി വന്നു. അങ്ങനെയുള്ള സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ വാസ്തവത്തില് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു മാറ്റമാണ്. തകരും എന്നുള്ള ഒരു പ്രതീക്ഷ. അതെ, അതെ. അത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായ സമയമാണ്. അതിലെ ഒരു പ്രത്യേക കാരണം ഉക്രൈനിലെ യുദ്ധമാണ്. ആ യുക്രൈനിലെ യുദ്ധത്തിൽ റഷ്യയിൽ നിന്നും ലഭിച്ചിരുന്ന ഗ്യാസും ഓയിലും ഒക്കെ ജർമ്മനിക്ക് ലഭിക്കാതായി. ജർമ്മനിക്ക് അതോടുകൂടി ഇൻഡസ്ട്രിയൽ എനർജിയുടെ വില കൂടി. അങ്ങനെ ധാരാളം എക്കണോമിക് സിസ്റ്റത്തില് വളരെ പ്രാധാന്യം വഹിക്കുന്ന ഇൻഡസ്ട്രി പ്രൊഡക്ട്സ് ജർമ്മനിയിൽ മറ്റുള്ള രാജ്യങ്ങളായിട്ട് താരതമ്യപ്പെടുത്തിയാൽ വില കൂടി. അതുകൊണ്ട് കോമ്പറ്റീഷൻ വീക്കായിക്കൊണ്ടിരിക്കുന്നു. ചൈന മറ്റു രാജ്യങ്ങളെല്ലാം കോൺഗ്രന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ജർമ്മനിയിലെ പ്രധാന ഇൻഡസ്ട്രി
അതിൽ പെട്ടതാണ് ഓട്ടോമൊബൈൽസ്, പിന്നെ സ്റ്റീൽ, അങ്ങനെയുള്ള ധാരാളം ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ സ്ട്രോങ് ആയിരിക്കുന്ന പല ഭാഗങ്ങളും വീക്കായി ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ ജയിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ, ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പല പല കമ്പനികളും പൂട്ടാൻ പോവുകയും അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറയ്ക്കുകയും, അങ്ങനെ ജർമ്മനി ഒരു വളരെ പ്രശ്നകരമായിട്ടുള്ള സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് ഒരിക്കലും കണ്ടിട്ടില്ല. ഞാനൊക്കെ ജർമ്മനിയിൽ വരുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ഒരു വണ്ടർ പോലെ ഇവിടുത്തെ എക്കണോമി പുഷ്പിക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. അതിനുശേഷം ഏറ്റവും വലിയ ഒരു ചലഞ്ചാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അത് ഇവിടെ പ്രത്യേകിച്ചും ഈ പറഞ്ഞ തരത്തിലൊരു വലിയ അരക്ഷിതാവസ്ഥയും, അതുപോലെ ജീവിക്കാൻ മേല എന്ന് പറയുന്നതിലും ഉപരി ജോലിക്കാർക്ക് മതിയായ ശമ്പളം കിട്ടിയിട്ട് പോലും അത് തികയുന്നില്ല എന്നുള്ള ഒരർത്ഥം കൂടിയില്ലേ? അതുകൊണ്ട് കാരണം ലഭിക്കുന്ന ശമ്പളത്തിന്റെ വാല്യൂ ഇവിടെയുള്ള പ്രൊഡക്ട്സിന്റെ, ജീവിക്കാൻ ആവശ്യമുള്ള പ്രൊഡക്ട്സിന്റെ വിലയും താരതമ്യപ്പെടുത്തുമ്പോൾ ലഭിക്കുന്ന ശമ്പളത്തിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്ട്സിന്റെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതാണ് ഇവിടുത്തെ വാടക. താമസിക്കുവാനായിട്ടുള്ള കോസ്റ്റ് ലഭിക്കുന്ന കാശിന്റെ 1/3 കൂടുതൽ പലരും 2/3 ഉപയോഗിക്കേണ്ടി വരുന്നു. പിന്നെ ബാക്കി 1/3 ശമ്പളത്തിന്റെ 1/3 മറ്റ് ചെലവുകൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെ ജീവിത കോസ്റ്റ് ഇൻഫ്ലേഷൻ കൂടുന്നത് കൊണ്ട് ലഭിക്കുന്ന കാശിന്റെ വില കുറയുന്നു. ഇതെല്ലാം തന്നെ ഈ ഉക്രൈൻ യുദ്ധത്തിന്റെ പരിണിത ഫലമല്ലേ ജർമ്മനി അനുഭവിക്കുന്നത്? ഈ യുദ്ധം ഒരു പ്രധാന കാരണമാണ്. പക്ഷെ ജർമ്മനി കുറെ വർഷങ്ങളായിട്ട്, പണ്ടത്തെ ഗവൺമെന്റും ഈ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ആംഗല മെർക്കലൊക്കെ ഇവിടെ ഭരിക്കുമ്പോൾ ജർമ്മനിയിൽ ആവശ്യം വന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, റിപ്പയറിങ്, പല പല കാരണങ്ങൾ കൊണ്ട് ഇതെല്ലാം നീട്ടി ഇപ്പോൾ എല്ലാം നന്നാക്കേണ്ടിയിരിക്കുന്നു. പോയി. അതെ. അപ്പൊ ഇതിനി റിപ്പയർ ചെയ്യാതെ ഉദാഹരണമായിട്ട് ജർമ്മൻ ട്രെയിൻ സിസ്റ്റം വളരെയധികം അപ്രീഷിയേറ്റഡ് ആയിരുന്ന സിസ്റ്റമാണല്ലോ. ഇപ്പോ ആ ട്രെയിൻ സിസ്റ്റത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. ധാരാളം റിപ്പയറിങ് വരുത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാശ് റിസർവ് ഇല്ല. അപ്പോഴാണ് പലരും പറയുന്നത് ജർമ്മനി കടമെടുക്കണം. പക്ഷെ പല പാർട്ടികളും പറയുന്നത് അങ്ങനെ കടമെടുക്കുന്നത് ശരിയല്ല, അത് ഭാവി ജനറേഷന് ഹാനികരമാകും. ചോദ്യം ഇത്രയേ ഉള്ളൂ, കടമെടുത്താല് ഭാവി ജനറേഷന് കൂടുതൽ കടമുണ്ടാകും. കടം എടുത്തില്ലെങ്കിൽ ഭാവി ജനറേഷന് യാതൊരു വിധത്തിലും വർക്കിംഗ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ലഭിക്കുകയില്ല. അതായത് ഭാവി ജനറേഷന് ഒന്നും ഇല്ലാതാകുന്ന മാസം. അതെ അതെ. അപ്പൊ ഇന്നലെ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, മുൻ ചാൻസലർ അംഗല മെർക്കലിന്റെ കാര്യം പറഞ്ഞു. ഇന്നലെ അവരുടെ ഒരു ബുക്ക്, ബയോഗ്രഫി ഫ്രൈഹൈറ്റ് എന്നും ഉള്ള പേരിൽ 736 പേജില് ഒരു ബുക്ക് ഇറക്കി. അപ്പൊ ആ ബുക്കിനെ പറ്റി ഭയങ്കര വിമർശനങ്ങളാണ് ഇപ്പോൾ ഇന്നലെയും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിനവർ മറുപടി പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവര് അതിനെതിരെ പ്രതികരിക്കുകയാണ്. കാരണം ഇപ്പം അങ്കിള് പറഞ്ഞ രീതിക്ക് ഇൻഫ്രാസ്ട്രക്ചർ നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് നടത്താത്ത ഒരു സാഹചര്യം, അതായത് ബുണ്ടസ്ബാൻ കംപ്ലീറ്റ് തകർന്നടിഞ്ഞു പോയ ഇതിന്റെ റെയിൽ പാളങ്ങള്, അതിന്റെ കംപ്ലീറ്റ് മറ്റു കാര്യങ്ങളെല്ലാം പുതുക്കിയെടുക്കേണ്ട കാലത്ത് പുതുക്കാതെ പോയത് ഒരു കാര്യം.
രണ്ടാമത് ഇവിടുത്തെ ഓട്ടോബാൻ കംപ്ലീറ്റ് അണ്ടർ വർക്കിലാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും പണികൾ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ബോർഡുകൾ മാത്രമേ കാണത്തുള്ളൂ. 130 പോകേണ്ടിടത്ത് 60 പോകാൻ പറ്റില്ല, 30 പോകാൻ പറ്റില്ല, ആ ഒരു തരത്തിൽ. അപ്പൊ ഇതൊക്കെ തന്നെ. പിന്നെ പാലങ്ങൾ, ഏതാണ്ട് 4000-ഓളം പാലങ്ങൾ ഇവിടെ പുതുക്കേണ്ട കാലം കഴിഞ്ഞു എന്നാണ് ഈ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് തന്നെ പറയുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ ചാൻസലർ ആയിരുന്ന മെർക്കലിന്റെ കാലത്ത് ഉണ്ടാക്കി വെച്ച അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ട ഒരു കടമ അല്ലെ, കാര്യം, അത് മുൻപോട്ട് നീട്ടിയിട്ടതിന്റെ ബാക്കി പത്രമല്ലേ? അതെ, പക്ഷേ മെർക്കൽ മാത്രമല്ല, അന്ന് ഇപ്പോഴത്തെ ചാൻസലർ ഷോൾസും ആ ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു, കോalition പാർട്ടി. അതെ 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 അതെ. അപ്പൊ അത് മെർക്കലിന്റെ മാത്രം ആവശ്യതയല്ല. പൊതുവെ അന്നത്തെ കാലത്ത് എല്ലാവരും വിചാരിച്ചിരുന്നു നമുക്ക് അന്ന് റഷ്യ ആയിട്ടൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, നമുക്ക് എനർജിയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഇങ്ങനെയുള്ള പല പ്രതീക്ഷകൾ കൊണ്ട് ഒരു സമാധാനത്തിന്റെ ഒരു സമയം പോലെ ആയിരുന്നു ഈ മെർക്കലിന്റെ കാലത്ത്. ഈ അങ്ങനെയുള്ള ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള മുന്നോട്ട് പോക്ക് ഈ ഉക്രൈനിലെ യുദ്ധം കൊണ്ട് ആ ഡ്രീം തകർന്നുപോയി, പൊലിഞ്ഞു. അതാണ് സ്ഥിതി. അപ്പൊ ഈ മെർക്കല് ഇപ്പോ എഴുതിയിരിക്കുന്ന പുസ്തകം ആത്മകഥ, അതിന്റെ ടൈറ്റില് നമ്മുടെ ഇംഗ്ലീഷിൽ പറഞ്ഞാല് ഫ്രീഡം എന്നുള്ളതാണ്. അതിലെ ഒരു പ്രത്യേക ക്രിറ്റിസിസം ഇതാണ്: മെർക്കല് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ന്യായീകരിക്കുന്നു, ഒരു വാക്ക് ഒരു ക്രിട്ടിക്കൽ സംഗതിയായിട്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് പലരും എടുത്തു പറയുന്നത്. അതെല്ലാം മറച്ചു വയ്ക്കപ്പെട്ടു, അല്ലെങ്കിൽ ചെയ്യുന്നില്ല. അതായത് സെൽഫ് റിഫ്ലക്ഷൻ കുറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തില് മെർക്കൽ ഇന്റർനാഷണൽ ആയിട്ട് വളരെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളതും വളരെ വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ മറക്കരുത്. 16 വർഷം ഈ ജർമ്മനിയെ സ്റ്റിയറിംഗ് ക്യാപ്റ്റൻ ആയി മുന്നോട്ട് പോയി. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മെർക്കൽ സ്വല്പം തന്നെയെങ്കിലും സമ്മതിക്കേണ്ടതായിരുന്നു. പക്ഷെ മെർക്കല് അതിന് സന്നദ്ധത കാണിക്കുന്നില്ല. ഒരു ഇതിനകത്ത് പറയുന്നുണ്ട്, ഇന്നലത്തെ ഒരു ക്രിറ്റിസിസത്തിന്റെ അകത്ത് ഞാൻ വായിച്ചത്, ഒരിക്കൽ പോലും എനിക്ക് ഖേദിക്കേണ്ട അവസരം വന്നിട്ടില്ല എന്ന് അവര് ഇതിനകത്ത് ന്യായീകരിച്ച് പറയുന്നുണ്ട്. ഇന്നലെ പത്രസമ്മേളനത്തില്, ബെർലിനിലെ പത്രസമ്മേളനത്തിൽ അവര് ഏതോ ഒരു മാധ്യമ പ്രവർത്തക ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ടാണ് പറഞ്ഞത്. പക്ഷേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെ അങ്കിൾ ഓർക്കുന്നുണ്ടാവും, 2015-16 കാലഘട്ടത്തിലെ മാസീവായിട്ടുള്ള അഭയാർത്ഥികളെ കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് അവര് തന്നെ രാജ്യത്തോട് മാപ്പ് പറഞ്ഞ ഒരു കാര്യം അവരെന്തേ മറന്നുപോയി. പക്ഷെ ഞാനന്ന് വാസ്തവത്തില് ഈ ജർമ്മനി ആദ്യമായിട്ട് ഒരു മാനുഷികത്വം കാണിച്ച ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അതൊരു വശം. അതെ, പക്ഷെ അതോടൊപ്പം തന്നെ മെർക്കൽ വിശ്വസിച്ചിരുന്നു ജർമ്മനിയുടെ കഴിവനുസരിച്ച് ജർമ്മൻ ജനത സന്നദ്ധരായാല് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്നുള്ള ഒരു ആത്മവിശ്വാസം, ഓപ്റ്റിമിസ്റ്റിക് അസസ്മെന്റ് മെർക്കലിനുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും അഭയാർത്ഥികൾ ഒന്നിച്ചു വരും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ അന്ന് ഇല്ലാതിരുന്നത് ഒരു പ്രശ്നമായിട്ട് തന്നെ മാറി. ഒരു വലിയ പിടിപ്പുകേടായിട്ടും ഇല്ലേ? പിടിപ്പുകേട് തന്നെ ഞാൻ പറയില്ല. കാരണം നല്ലൊരു വിശ്വാസത്തിലും ഈ സോളിഡാരിറ്റിയുടെ ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡിലും ഉണ്ടാക്കിയിരുന്ന ഒരു തീരുമാനമായിരുന്നു. പക്ഷെ മെർക്കൽ ആ തീരുമാനത്തിൽ തനിച്ചായിരുന്നു. മറ്റുള്ള ഇപ്പോ ഇതിന്റെ കാര്യങ്ങളെല്ലാം ശരിയായിട്ട് നോക്കേണ്ടത് ഇവിടുത്തെ സ്റ്റേറ്റുകളാണ്. ആ സ്റ്റേറ്റുകളായിട്ട് ആലോചിക്കാതെ മെർക്കൽ ഒരു ദിവസം അങ്ങനെ പെട്ടെന്ന് പ്രഖ്യാപിച്ച ഒരു ഹ്യൂമാനിറ്റേറിയൻ ഡിസിഷൻ ആയിരുന്നു. അവിടെയാണ് അല്പം പാളിച്ച പറ്റിയത് അല്ലേ? അപ്പൊ ഇനി നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗത്തിലേക്ക് വന്നാല്,
പുതിയ സമ്പ്രദായത്തിൽ ഇതിനൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാം. ആദ്യമായിട്ട് നമുക്ക് ഈ ജർമ്മൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇലക്ഷൻ നടക്കുന്നത് ഉം. എന്ന് പറയാം. അതായത് ജർമ്മനിയില് 598 MPs-നെയാണ്, അതായത് മെമ്പർ ഓഫ് പാർലമെന്റിനെയാണ് തെരഞ്ഞെടുക്കുന്നത്. 299 കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്. അപ്പൊ ഈ ഓരോ ജർമ്മൻ പൗരനും 2 വോട്ടുണ്ട്. ഒന്ന് ഈ കോൺസ്റ്റിറ്റ്യുവൻസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക, അതാണ് ആദ്യത്തെ വോട്ട്. രണ്ടാമത്തെ വോട്ട് ജർമ്മനിയില് ഇലക്ഷന് നിൽക്കുന്ന പാർട്ടിക്ക് ഒരു വോട്ട്. അങ്ങനെയാണ് ജർമ്മൻ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിൽക്കുന്ന നേരിട്ട് എലക്റ്റഡ് ആയിട്ട് ജയിക്കുന്ന വ്യക്തിക്ക് ഒരു വോട്ട്, പിന്നെ പാർട്ടിക്ക് കിട്ടുന്ന ആനുപാതികമായിട്ടുള്ള വോട്ടിന്റെ ഒരു ഭാഗം അനുസരിച്ച് കണക്കാക്കപ്പെടുന്ന ഈ മെമ്പേഴ്സിന്റെ ശതമാനം തീരുമാനിച്ചിട്ട് മെമ്പേഴ്സിനെ വിടുന്നു. അങ്ങനെ 598 മെമ്പേഴ്സിനെയാണ് വിടേണ്ടത്. പക്ഷെ ജർമ്മൻ സിസ്റ്റം അനുസരിച്ച് അതിൽ കൂടുതൽ ആൾക്കാരെ വിടാം. കാരണം നേരിട്ട് ജയിക്കുന്ന മെമ്പേഴ്സ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നേരിട്ട് ഒരു പാർട്ടിക്ക് കൂടുതൽ മെമ്പേഴ്സ് വിജയിച്ച് ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ആനുപാതികമായിട്ട് പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടിനോടും ഒന്നിച്ചു നോക്കുമ്പോൾ ഒരു പക്ഷേ ആ പാർട്ടിക്ക് കൂടുതൽ മെമ്പേഴ്സിനെ അയക്കാൻ പറ്റും. അതിന് ആ കാര്യം ഇപ്പോ പുതിയ ഒരു എലക്ഷൻ റിഫോം വെച്ചിട്ട് ഈ പാർലമെന്റിലേക്ക് പോകുന്ന മെമ്പേഴ്സിന്റെ നമ്പർ കുറയ്ക്കാൻ നോക്കുകയാണ്. ഇപ്പോ ജർമ്മൻ പാർലമെന്റിൽ 719 മെമ്പേഴ്സ് ആണോ ഉള്ളതെന്നാ തോന്നുന്നു. അതെ, 736 അംഗങ്ങളുണ്ട്. പക്ഷെ അതില് 2021 തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അത് ഉണ്ടായത്. അത് 2023 മാർച്ചിലൊരു ക്യാബിനറ്റ് പുതിയൊരു പരിഷ്കരണ നിയമം പാസ്സാക്കിയായിരുന്നു. അതെ, അതില് ഇപ്പൊ അവര് ലിമിറ്റഡ് ആക്കിയിരിക്കുകയാണ് 630ലേക്ക്. അതെ, 630 നിജപ്പെടുത്തിയത്. അതായത് ഇനി ഭാവിയില് എലക്ഷൻ ഉണ്ടാകുമ്പോൾ 630 കൂടുതൽ ഉണ്ടാകാൻ പാടില്ല, MPs ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിയമമാണ്. പക്ഷെ അത് 100% ഇവിടുത്തെ കോർട്ട് അംഗീകരിച്ചിട്ടില്ല. അതെ. പക്ഷെ ഈ സാഹചര്യത്തിൽ ഒരു കാര്യം ഞാൻ ഇന്ത്യയുടെ സാഹചര്യം കൂടി ഒന്ന് കമ്പയർ ചെയ്താൽ നന്നായിരിക്കും. ഇന്ത്യയിലെ ലോകസഭയിൽ 543 MPs ആണ് ഉള്ളത്. അതെ. ജർമ്മനിയില് 630 വന്നേക്കാം അടുത്ത പ്രാവശ്യം. അതെ. ജർമ്മനിയില് ഉള്ള വോട്ടേഴ്സിന്റെ എണ്ണം 61 ദശലക്ഷമാണ്. അതെ, അത് 84 മില്യൺ പോപ്പുലേഷൻ. അതില് 63.5 മില്യൺ ആണ് വോട്ടേഴ്സ്. ആ വോട്ടേഴ്സിൽ സ്ത്രീകളാണ് കൂടുതൽ. ഈ ഇന്ത്യയിലുള്ളത് 600 ദശലക്ഷം വോട്ടേഴ്സാണ്. 600 ദശലക്ഷം വോട്ടേഴ്സ് പാർലമെന്റിലേക്ക് അയക്കുന്ന MPs-ന്റെ നമ്പർ 543 ആണ്. 61.5 മില്യൺ വോട്ടേഴ്സ് അയക്കുന്ന ജർമ്മനിയില് 630 ആണ്. അതിന്റെ ഒരർത്ഥം എന്താന്ന് വെച്ചാല്, അതായത് ഒരു ഇന്ത്യയിലെ ഒരു മെമ്പറിന് MPക്ക് ഒരുപാട് സ്ഥലവും ഒരുപാട് വ്യക്തികളെയും ഒന്നിച്ച് കൈകാര്യം ചെയ്യാനുണ്ട്. ജർമ്മനിയിലെ ഒരു MPക്ക് അതിന്റെ 10-1 കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇന്ത്യയിലെ MPക്ക് കവറേജ് കൂടുതലും ഇവിടെ കവറേജ് കുറവും. അതെ, അത് ഡെമോക്രസിയുടെ ഒരു പ്രത്യേകതയാണ്. അതായത് ഇന്ത്യയിലെ ഡെമോക്രസി, ഇന്ത്യയിൽ തീർച്ചയായിട്ടും അങ്ങനെ നോക്കുകയാണെങ്കിൽ ജർമ്മനിയിലെ പാർലമെന്റിന്റെ 10 ഇരട്ടി ലോക്സഭയിൽ ഉണ്ടായിരിക്കേണ്ടത്. അതൊരു വ്യത്യാസം. പിന്നെ രണ്ടാമത്തെ പിന്നെ ഈ ഇതുണ്ട്, ഈ പ്രായം, വോട്ടേഴ്സിന്റെ പ്രായം
ഈ രണ്ട് രാജ്യങ്ങളിലും ആക്റ്റീവ് വോട്ടും ഉണ്ട്, പാസീവ് വോട്ടും ഉണ്ട്. അതായത് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് എലക്ട് ചെയ്യാനുള്ള അവകാശം, അതാണ് ആക്റ്റീവ്. പാസീവ് എന്ന് വെച്ചാൽ എനിക്ക് എലക്റ്റഡ് ആകാനുള്ള അവകാശം. അതായത് എനിക്ക് MLA ആയിട്ടോ MP ആയിട്ടോ കാൻഡിഡേറ്റ് ആയിട്ട് നിന്നിട്ട് മറ്റുള്ളവരെ എന്നെ എലക്ട് ചെയ്യുന്നു. അതാണ് പാസീവ് സിസ്റ്റം. അതില് ജർമ്മനിയില് 18 വയസ്സായിട്ടുള്ള പൗരന് എലക്ഷന്റെ അവകാശമുണ്ട്. ആക്റ്റീവായിട്ടുള്ളതിലും പാസീവായിട്ടുള്ളതിലും. ഇന്ത്യയിലാണെങ്കിൽ ആക്റ്റീവായിട്ട്, അതായത് എലക്ട് ചെയ്യാനുള്ള അവകാശം 18 വയസ്സിൽ കിട്ടും. അതേസമയത്ത് എലക്റ്റഡ് ആകാനുള്ള ഒരു MLAക്കോ MPക്കോ 25 വയസ്സായിരിക്കും. 25 വയസ്സ് തികഞ്ഞിരിക്കും. പക്ഷെ രാജ്യസഭയിലാകണമെങ്കിൽ 30 വയസ്സ് തികഞ്ഞിരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറച്ചൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോ ജർമ്മനിയിൽ ചർച്ച നടക്കുന്നുണ്ട് 16 വയസ്സിൽ വോട്ടവകാശം നൽകാൻ. ഇപ്പോ ചില റീജിയണൽ അസംബ്ലികളിലും ഒക്കെ 16 വയസ്സിൽ ചെയ്യാൻ അനുവാദമുണ്ട്. കമ്മ്യൂണൽ ഇലക്ഷനിലും അത് ബാധകം ആകും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴേ തന്നെ ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്. ആ സമയത്ത് ഡിസ്കഷൻ നടക്കുന്നത് അസംബ്ലികളിലും പാർലമെന്റിലേക്കുള്ള ഇലക്ഷന് 16 വയസ്സിൽ വോട്ടവകാശം നൽകുക എന്നുള്ളതാണ്. ഈ വോട്ടവകാശം അങ്ങനെ നൽകിയാൽ പണ്ട് കരുതിയിരുന്നത് ഈ ഗ്രീൻ പാർട്ടി, പ്രോഗ്രസീവ് ആയിട്ടുള്ള ഗ്രീൻ പാർട്ടിക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കും ഒക്കെ ഇവരുടെ വോട്ട് ലഭിക്കുമെന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഇലക്ഷനിൽ കാണുന്നത് യുവജനങ്ങൾ ഇപ്പൊ കൂടുതൽ റൈറ്റ് എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള AfD എന്ന് പറഞ്ഞാൽ ആൾട്ടർനാറ്റീവ് ഫോർ ജർമ്മനി എന്നുള്ള റൈറ്റിസ്റ്റ് മൂവ്മെന്റിനാണ് കൂടുതൽ യുവജനങ്ങൾ ഇപ്പോ വോട്ട് നൽകുന്നത്. AfDയുടെ വരവിനെ പറ്റി പറയുമ്പോൾ അതിന്റെ ഒരു ചെറിയ പശ്ചാത്തലം കൂടെ സൂചിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഈ പശ്ചാത്തലം ജർമ്മനിയിൽ എപ്പോഴും ഈ ഹിറ്റ്ലറിന്റെ കാലത്തെ ചിന്തകള്, റൈറ്റിസ്റ്റ് ചിന്തകള് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. അത് ഇങ്ങനെ പുറത്ത് അധികം കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ട്, കാരണം ജർമ്മൻ സൊസൈറ്റി അതിൽ വളരെയധികം ചഞ്ചലതയോടുകൂടി നോക്കിയിരുന്നു ഈ ഹിറ്റ്ലർ വിതച്ച വിത്ത് വീണ്ടും ഇവിടെ വളരുന്നത് പ്രശ്നമാണെന്ന് അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ സമയങ്ങളിൽ അതെല്ലാം സ്വല്പം ആ പേടിയൊക്കെ മാറിത്തുടങ്ങി. അതിന് പല സംഗതികളുണ്ട്. അതിലൊരു പ്രധാന കാരണം അഭയാർത്ഥികളുടെ എണ്ണം കൂടുന്നത് ഈ പാർട്ടി ഉപയോഗിച്ച് ജർമ്മൻ ജനതയ്ക്ക് കൂടുതൽ പേടി നൽകുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ പല പദ്ധതികളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവര് ശരിയായിട്ട് ഉപയോഗിക്കുന്നു. അതായത് ഇപ്പോഴും റൈറ്റിസ്റ്റ് മൂവ്മെന്റ് ഇവിടെ വളരാനുള്ള റേസിസ്റ്റിക് മനസ്ഥിതി ഇപ്പോഴും ഇവിടെയുണ്ട്. പക്ഷെ അത് ജർമ്മനിയുടെ പ്രത്യേകത മാത്രമല്ല, യൂറോപ്പിൽ പൊതുവെ, ഉദാഹരണമായിട്ട് ഫ്രാൻസിൽ ഇത് വളരുന്നുണ്ട്. ഹംഗറി സ്ഥലത്ത് ഭരിക്കുന്നത് തന്നെ അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ്. ഇറ്റലിയില് അവരുടെ പാർട്ടി വന്നു. അങ്ങനെ പൊതുവെ ഇപ്പൊ ഇന്ന് തന്നെ ഈ യൂറോപ്യൻ പാർലമെന്റില്, യൂറോപ്യൻ യൂണിയനിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരിക്കുന്ന ഈ യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷനിൽ എലക്റ്റഡ് ആയിട്ടുള്ള പല മെമ്പേഴ്സും റൈറ്റിസ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അതായത് ഒരു ട്രെൻഡ് അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. ആൾട്ടർനാറ്റീവ് ഫോർ ജർമ്മനി. ഇറ്റലിയിലെ ഭരണകക്ഷി അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഫ്രാൻസില് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം തന്നെ ഈ ഹിറ്റ്ലറിന്റെ ആ ഒരു ശരിക്കും 100% ഇല്ലെങ്കിലും അതിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഇവര് ഇപ്പോൾ പുതിയ പാർട്ടി ബേസിൽ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്.
അതെ അതെ, ഈ ഹിറ്റ്ലർ മാത്രമല്ല, മുസോളിനി, ഈ റൈറ്റിസ്റ്റ് ചരിത്രമുണ്ടല്ലോ, അതെ. അത് ഇപ്പൊ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് 2013 AfDയുടെ ഉത്ഭവം. അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പുകളില് പ്രശ്നങ്ങൾ അധികം ഉണ്ടായിരുന്നുവെങ്കിലും അവർക്ക് അധികം വോട്ട് മജോറിറ്റി കിട്ടിയിരുന്നില്ല. പക്ഷെ ഈ കഴിഞ്ഞ 2 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ, ഒന്ന് തൂറിങ്ങനിലും ഒന്ന് സാക്സണിലും. അത് ഈസ്റ്റ് ജർമ്മനിയിലെ സ്റ്റേറ്റുകളാണ്. അതെ അതെ അതെ. അപ്പൊ ഇവിടെ രണ്ടിടത്തും ഒന്നാം സ്ഥാനത്ത് വരികയും ചെയ്ത ഒരു സ്ഥിതിയില് ഇപ്പൊ ഈ ബുണ്ടസ് പാർലമെന്റ് അല്ലല്ല അതെ ബുണ്ടസ് പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് എങ്ങനെ അവരുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാനാകും, അല്ലെങ്കിൽ അതിന് പ്രതീക്ഷ നമുക്കൊക്കെ പ്രശ്നമാകുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ കണ്ടത് പണ്ടത്തെ ഈസ്റ്റ് ജർമ്മനിയിലെ സ്റ്റേറ്റിലാണ് ഈ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്നുള്ള ആ പാർട്ടിയുടെ കൂടുതൽ വളർച്ച. അതെ. അത് വെസ്റ്റ് ജർമ്മനിയില് ആ വളർച്ച അത്ര ഇല്ല, എങ്കിലും അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ 2025 ഫെബ്രുവരി 23 നടക്കാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷനില് ഞാൻ വിശ്വസിക്കുന്നില്ല അവർ ഒന്നാമത്തെ പാർട്ടി ആകുമെന്ന്. പ്രത്യുത ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കും ഒന്നാം സ്ഥലത്ത്. 2ാം സ്ഥലത്ത് ഈ പാർട്ടിക്ക് ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ പാർലമെന്റിൽ അവർക്ക് നല്ല മജോറിറ്റി എന്ന് പറഞ്ഞാൽ 100 താഴെ എനിക്ക് വന്ന് 79 അംഗങ്ങൾ ഉണ്ടല്ലോ. അവരാണ് ഇപ്പോഴത്തെ ഒപ്പോസിഷൻ പാർട്ടി. അതെ അതെ. അപ്പൊ ഇതിന്റെ കൂട്ടത്തില് അവരെ കൂടി നമുക്കൊന്ന് താരതമ്യപ്പെടുത്തിയാൽ ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ നിജസ്ഥിതിയില് ഇവർക്ക് 2 സംസ്ഥാനത്തിലും 30-ലേറെ ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് പൊതു തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഇവരുടെ ആ ഒരു ശക്തി അവിടെ മാത്രമല്ല, ഇപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും ബാഡൻ-വുർട്ടംബർഗ് അല്ലെങ്കിൽ റൈൻലാൻഡ് ഫാൽസ്, ഇപ്പം നമ്മൾ NRV എടുക്കണ്ട, NRV അത്ര ശക്തമല്ല വരും. അപ്പൊ ഇങ്ങനത്തെ സംസ്ഥാനത്ത് കുറെ കൂടി അംഗങ്ങളെ കിട്ടിയാൽ ഭരണത്തിൽ ഒരിക്കലും വരില്ല എങ്കിൽ പോലും അത് ഇവിടെയുള്ള വിദേശികൾക്ക്, പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്കൊക്കെ ഒരു പേടിസ്വപ്നമായിട്ട് മാറുമോ, അല്ലെ അവർക്കത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധിക്കും? അവര് ഈ ഭരണത്തിൽ വന്നാലും വന്നില്ലെങ്കിലും അവര് ഈ പേടിപ്പിക്കുന്നതിന്റെ വിത്ത്, അതുപോലെ തന്നെ റേസിസത്തിന്റെ വിത്ത് വിതച്ചു കഴിഞ്ഞു. അതായത് മറ്റുള്ളവർക്ക് ഇപ്പോ സാവധാനം പേടിയില്ലാതെയായി റേസിസ്റ്റിക് മനോഭാവം കാണിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു ലിബറലൈസേഷൻ ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വിദേശികൾ ഇവിടെ സ്വല്പം തന്നെയെങ്കിലും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അവരൊരിക്കലും അവരെ ഭരണത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാനായിട്ട് ഇപ്പോൾ എലക്റ്റഡ് ആയിട്ടുള്ള പാർട്ടികൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും എപ്പോഴും അവർക്ക് അവരുടെ സ്വന്തം ഗവൺമെന്റ് ഫോം ചെയ്യാനായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നെങ്കിലും ഇപ്പോഴുള്ള പാർട്ടികൾ അവരുമായിട്ടുള്ള കോപ്പറേഷൻ ഡിനൈ ചെയ്യുകയാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തില് എന്നെങ്കിലും ഇവരുടെയും കോപ്പറേഷൻ ചോദിച്ച് ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയൊക്കെ സമ്മതിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരിൽ പലരും അങ്ങനെയുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. കാരണം അവർ പറയുന്നത് ജനങ്ങളെ എലക്ട് ചെയ്യുന്നവരെ നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല, അവരായിട്ട് ഒന്നിച്ചു പോകാൻ നോക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ ഈ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടിയായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധത കാണിക്കുന്ന മെമ്പേഴ്സ് മിക്ക പാർട്ടികളിലും ഉണ്ട്. അതായത് ഏറ്റവും ഒടുവിലത്തെ ഇപ്പൊ മേർക്കലിന്റെ കാലത്ത് പാർട്ടി, അതായത് CDU-ന്റെ ഒരു ജനകീയത എന്ന് പറയുന്നത് 41-42%. പക്ഷെ അത് മേർക്കൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ശതമാനം 30 അല്ലെ 29 താഴ്ന്നു. അതോടൊപ്പം SPD ഏറ്റവും ലോ ലെവൽ, അതായത് 15%
വന്ന് നിൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ അതിനും മുകളിലാണ് 19% തൊട്ട് 21% വരെ AfD ഇവിടെ നേടി നിൽക്കുന്ന ഒരവസരമാണ് ഈ ഇലക്ഷൻ അഭിമുഖീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു മുന്നേറ്റവും അതോടൊപ്പം മറ്റു പാർട്ടിക്കാർ, അതായത് ഗ്രീൻസ് പാർട്ടിക്ക് 13% അല്ലെ 12%-ത്തിനുള്ളിൽ നിൽക്കുമ്പോൾ അതിന്റെ കൊളീഷനായിട്ട് അല്ലെ ഘടകകക്ഷിയായിട്ട് നിൽക്കുന്ന FDPക്ക് 2 സ്റ്റേറ്റിലും 5%-ത്തിൽ താഴെ പോയ ഒരു സ്ഥിതി വിശേഷമുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഡി ലിങ്ക് എന്ന് പറഞ്ഞാൽ അതെ, ലെഫ്റ്റ് പാർട്ടിക്ക് എപ്പോഴും 3.2% അല്ലെങ്കിൽ 4%, അതിൽ കൂടുതലും അവർക്ക് വരുന്നില്ല. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു ഭരണ മുന്നണിയിലേക്ക് സാഹചര്യം ഉണ്ടാക്കുന്നത് ഐദർ SPD അല്ലെങ്കിൽ CDU CSU സഖ്യം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 3 ട്രാഫിക് ലൈറ്റ് സഖ്യം, ഇങ്ങനെയുള്ള ഒരു സഖ്യത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഒരു ഗവൺമെന്റ് ഭാവിയിൽ ഉണ്ടാകാൻ സാധിക്കത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമതൊരു കാര്യം ഞാൻ പറയുന്നത്, ഇപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി പുതിയ ഇലക്ഷൻ വരുമ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന FDP ഇപ്പം സർക്കാരിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട സ്ഥിതിക്ക് അവർ നുള്ളിലേക്ക് മാറിയാലോ, അതിൽ നിന്നും രക്ഷ പിടിക്കുന്നത് ചിലപ്പോൾ ഈ AfD ആയിരിക്കും. അതിനുള്ള ചാൻസ് ഉണ്ടാകുമോ? ഇപ്പോ പുറത്താക്കപ്പെട്ട ഫ്രീ ഡെമോക്രാറ്റിക് പാർട്ടി അവരും അത് ആഗ്രഹിച്ച പുറത്താക്കപ്പെടലാണ്. അങ്ങനെ പുറത്താക്കപ്പെട്ടാൽ ഒരു പക്ഷെ അടുത്ത ഇലക്ഷന് അവർക്ക് കുറച്ച് പെർസെൻറ്റേജ് തന്നെയെങ്കിലും ലഭിക്കുമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് അവരും പുറത്തു പോയത്. ഇതെല്ലാം അവരും കൂടി പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ചാൻസലറിന് സഹിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടാണ് അവർ ആഗ്രഹിച്ച് പുറത്താക്കപ്പെട്ടത്. കാര്യം ഷോൾസ് ചാൻസലർ അവരെ വിട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും അവരത് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പൊ ഒരു കാരണം എങ്ങനെയെങ്കിലും അടുത്ത ഇലക്ഷന് കുറച്ച് വോട്ട് തന്നെയെങ്കിലും ലഭിക്കുമെന്നുള്ള ആഗ്രഹമാണ്. കാരണം അവർ ഈ കഴിഞ്ഞ 2 ഇലക്ഷനിലും ഈ സ്റ്റേറ്റുകളിലുണ്ടായിരുന്ന ഇലക്ഷനിൽ അവർ പുറത്തായിപ്പോയി. പക്ഷെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ, ഒന്നും വന്നില്ലെങ്കിൽ വെറുതെ മുന്നോട്ട് പോയാൽ അവർക്ക് ഒരിക്കലും ചാൻസ് ലഭിക്കുകയില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് അവർ ഈ കോalition ഗവൺമെന്റിന് എതിരായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ വന്നേക്കാം. എനിക്ക് തോന്നുന്നത് മിക്കവാറും അത് ഒരു അസസ്മെന്റ് അനുസരിച്ച് CDU ആദ്യത്തെ പാർട്ടിയാകും. പിന്നെ അതിന്റെ കൂടെ മിക്കവാറും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഒന്നിച്ചു ചേർന്നാല്, പിന്നെ ഗ്രീൻ പാർട്ടി ഒന്നിച്ചു ചേർന്നാൽ അവരുടെ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റും, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി ഈ അടുത്തു വരുന്ന ഇലക്ഷനിൽ ഗവൺമെന്റ് ഫോം ചെയ്യില്ല. അതുപോലെ വേറൊരു ചാൻസ് എന്നുള്ളത്, ഇപ്പം ട്യൂരിംഗനിൽ ഇപ്പം ഈ AfD അല്ല ലിങ്കെന്ന് പിരിഞ്ഞു പോയ സാറ വാഗ്നേഷ്ട് ഉണ്ടല്ലോ, അവരുടെ പാർട്ടിയെ കൂടെ കൂട്ടിയാണ് അവിടെ ഭരണത്തിൽ ഇപ്പൊ ഏറാൻ പോകുന്നത്. അപ്പം SSW എന്നോ അങ്ങാണ്ട് അവരുടെ അതെ, BFW. അപ്പൊ അവരെ കൂടെ കൂട്ടിയാൽ ചിലപ്പോ ഒരുപക്ഷെ ഇവർക്ക് അതിന്റെ ഒരു നേട്ടം, അതായത് ഇപ്പൊ സ്ഥാനാർത്ഥിത്വത്തിന്റെ ലിസ്റ്റിലേക്ക് വന്നാൽ CDUവിന്റെ അല്ലെ CSUവിന്റെ കൂട്ടുകക്ഷി അല്ല സഖ്യം എന്ന് പറയുന്നത് അതിന്റെ സ്ഥാനാർത്ഥി എന്ന് വന്ന ഫെഡറിക് മെർസാണ്. അതായത് രണ്ടാമത്തേത് SPD-യുടെ ഇപ്പോഴത്തെ ചാൻസലർ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ അടുത്ത ഗവൺമെന്റില് ഈ ഷോൾസ് ഉണ്ടാവില്ല. അതില്ല. അതിന് പകരം പിസ്റ്റോറിയോസ് എന്ന പറഞ്ഞ ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രിയാണ് അതിന് കച്ചകെട്ടി നിൽക്കുന്നത്. ഷോൾസ് ഉണ്ടാകില്ല എന്ന് പറയുന്നത് ഷോൾസ് ആയിരിക്കും കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇലക്ഷനിൽ SPD-ക്ക് ഈ ശതമാനം കുറയുമ്പോൾ CDU ഗവൺമെന്റിനോട് ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു വൈസ് ചാൻസലറിന്റെ സ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് കിട്ടാൻ പോകുന്നത്. ആ വൈസ് ചാൻസലർ ആയിട്ട് ഷോൾസ് ഒരിക്കലും ഫ്രീഡ്രിഷ് മെർസിന്റെ
ചാൻസലർഷിപ്പില് ഒന്നിച്ച് പ്രവർത്തിക്കില്ല. ഇതിന് പ്രവർത്തിക്കില്ല. പകരം വേറെ ഒരാളെ നോമിനേറ്റ് ചെയ്യും. അപ്പൊ ഇപ്പോഴത്തെ നിലയില് എനിക്ക് തോന്നുന്ന പ്രതിരോധ മന്ത്രിയായിട്ടിരിക്കുന്ന ബോറിസ് പിസ്റ്റോറിയസ് ആണ് അതിന് ആപ്റ്റായിട്ടുള്ളത്. അതെ, അങ്ങേരെയാണ് ഇവിടുത്തെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ അസസ്മെന്റില് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പം ഷോൾസ് ഏറ്റവും അവസാനത്തെ സ്ഥാനത്ത്. അതെ. ഇനിയിപ്പോ അടുത്ത നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് ഇവരുടെ ട്രാഫിക് ലൈറ്റ് മുന്നണി 2-3 വലിയ കാര്യങ്ങൾ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒന്നാമത് ഡബിൾ സിറ്റിസൺഷിപ്പ്, പിന്നീടുള്ളത് കൂടുതൽ ടെക്കികളെ അല്ലെങ്കിൽ വിദഗ്ധരെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരാനുള്ള കുറെ കാര്യങ്ങൾ ലളിതമാക്കി. അപ്പൊ ഇതൊക്കെ തന്നെ ഈ പുതിയ ഗവൺമെന്റ് വരികയാണെങ്കിൽ, അല്ലെ ഫ്രീഡറിസ് മേർസ് അല്ലെങ്കിൽ CDUവിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി വരികയാണെങ്കിൽ ഇതിനൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ? ഇതൊക്കെ തന്നെ അതിന്റെ വാതിലാണ് അടയ്ക്കുമോ എന്നുള്ള ഒരു പ്രശ്നം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ട്രാഫിക് ലൈറ്റ് കോalition വാസ്തവത്തില് അപ്രതീക്ഷിതമായിട്ട് ചെയ്ത ഒരു വലിയ വിജയമാണ്. അതായത് റഷ്യയിൽ നിന്നുള്ള ഓയിലിന്റെ ഡിപ്പെൻഡൻസിയിൽ നിന്നും ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മനിയിൽ ഒരുപാട് ആൾട്ടർനേറ്റീവ് എനർജിയുടെ സ്ട്രക്ചേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരും കരുതിയിരുന്നത് പല വിന്ററുകളിലും നമ്മള് കുറച്ച് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയ ഒരു കോalition കൂടിയാണിത്. അത് പറയുകയാണെങ്കിൽ ഇപ്പം ഗ്രീൻസ് പാർട്ടിയുടെ റോബർട്ട് ഹാബക്ക്, അദ്ദേഹത്തിന്റെ ഒരു വലിയ വിശാല ചിന്താഗതിയാണ് അതിലേക്ക് പോയത്. അതൊരു വിജയം അങ്ങേരുടെ. അതേ സമയത്ത് തന്നെ അങ്ങേരുടെ ചില മണ്ടത്തരം കൊണ്ട് വളരെയധികം ഇൻഡസ്ട്രിക്ക് പ്രശ്നങ്ങളുണ്ടായ നിയമങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഈ കോalition ഗവൺമെന്റ് വരുത്തിയിരുന്ന റിഫോംസ് പുതിയ ഗവൺമെന്റ് തിരിച്ചെടുക്കുമോ ഇല്ലയോ എന്നത്. ഈ ഡബിൾ സിറ്റിസൺഷിപ്പില് ഒരുപക്ഷെ CDU അതിലെന്തെങ്കിലും സ്വല്പം തിരിച്ചെടുക്കാൻ വഴിയുണ്ട്. കാരണം അവരതില് പ്രോ അല്ലായിരുന്നു. അതേസമയം എക്സ്പെർട്സിനെ കൊണ്ടുവരുന്നതില് CDUവിന് എതിരാകാൻ നിവൃത്തിയില്ല. കാരണം എക്സ്പെർട്സിന്റെ അഭാവം ഇവിടെ നിലനിന്ന് പോകണമെങ്കിൽ അത് വേണം. പിന്നെ ചോദ്യം ഇതാണ്, ഇങ്ങനെയുള്ള എക്സ്പെർട്സിനെ കൊണ്ടുവരുന്നത് ഇത്രയും നാളും റൈറ്റിസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയൊക്കെ കരുതിയിരുന്നത് ജർമ്മനി ഒരു ഇമിഗ്രൻസിന്റെ രാജ്യമല്ല, പ്രത്യുത നമുക്ക് അത്യാവശ്യത്തിന് കുറെ പേരെ കൊണ്ടുവന്ന് നമുക്ക് തോന്നുമ്പോൾ അവരെ വിട്ട് അങ്ങനെ പ്യുവർ ജർമ്മൻ നേഷനായിട്ട് അങ്ങ് വളർത്തിയെടുക്കാമെന്നുള്ള ഒരു ഭയങ്കര മനോഭാവം ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ തൽക്കാലം അവർക്ക് ഇപ്പൊ മനസ്സിലായി ജർമ്മനി ഈസ് ഇൻ റിയാലിറ്റി ഒരു ഇമിഗ്രന്റ് ലാൻഡാണ്. അവരുടെ വരുത്തൽ ഇവിടെ ഇല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയോ നമ്മുടെ എക്കണോമിയോ വളർത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവര് ഒരു നിയമം മിക്കവാറും ഉണ്ടാക്കിയിരിക്കും. അതിൽ പലരും പറയുന്നത് കാനഡയിലുള്ള ഒരു ഇമിഗ്രേഷൻ നിയമത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് ഇവിടെ ഒരു നിയമം ഉണ്ടാക്കിയാൽ നന്നായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ചില ചേഞ്ചുകൾ ഇവര് വരുത്തിയേക്കാം. അതുപോലെ മറ്റൊരു കാര്യം, 8 വർഷം കാത്തിരിക്കണമായിരുന്നു പൗരത്വം ലഭിക്കണമെങ്കിൽ. ഇപ്പൊ അത് നിലവിലെ ഗവൺമെന്റ് 5 വർഷമായിട്ട് ചുരുക്കിയപ്പോൾ അതിനെന്തെങ്കിലും മാറ്റം വരുത്തുമോ? എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അത് ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കുമെന്നല്ല പറയുന്നത്, പക്ഷെ അവർ നിർബന്ധിതരാകും ഇങ്ങനെയുള്ള കുറച്ച് ലിബറൽ സിസ്റ്റം വരുത്താൻ. കാരണം ജർമ്മനിക്ക് ആൾക്കാരെ ആവശ്യമാണ്. ജർമ്മൻകാര് അധികം ബർത്ത് റേറ്റ് ഒന്നും ജർമ്മനിയിലില്ല. അത് കഴിഞ്ഞ 13 വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ലോ ബർത്ത് റേറ്റ് ആയിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട്, അതായത് ബുണ്ടസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ. അതുപോലെ മറ്റൊരു കാര്യം, ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജർമ്മനിലേക്ക് കുടിയേറാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഓപ്പർച്യൂണിറ്റി കാർഡ്, അതുപോലെ ബ്ലൂ കാർഡ്, ജർമ്മനിയുടെ ബ്ലൂ കാർഡ്, യൂറോപ്പിന്റെ ബ്ലൂ കാർഡ്,
അതുപോലെ തന്നെ മറ്റ് മേഖലകളിലേക്ക് ഇപ്പം നഴ്സിംഗിന്റെ ഒരു കുടിയേറ്റം വലുതായിട്ട് നടക്കുന്നു. Yeah. അതൊക്കെ തന്നെ B2 ലെവൽ ജർമ്മൻ ഭാഷ ലെവൽ വേണം എന്നുള്ള ഒരു നിർബന്ധം പ്രത്യേകിച്ച് മൂന്നാം ലോകത്ത് നിന്ന് വരുന്നവർക്ക് വേണമെന്ന് അവർ നിജപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ രാജ്യത്തെ ഇവിടുത്തെ പ്രശ്നങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗമായിട്ട് പുതിയ ഗവൺമെന്റ് ഒരു മുഖ്യ കാര്യമായിട്ട് എടുത്ത് പ്രവർത്തിക്കുമോ എന്നുള്ളതാണ്. അവർക്ക് അങ്ങനെയുള്ള ലിബറലൈസ് ചെയ്യാത്ത ഒരു സംഗതി ചെയ്യാൻ അവർക്ക് പറ്റില്ല. അവരത് എന്തെല്ലാം കണ്ടീഷനിലാണ് വരുത്താൻ പോകുന്നത്, അതുപോലെ തന്നെ ഏതെല്ലാം ഫീൽഡിലാണ് കുറച്ച് വർക്കിംഗ് പെർമിഷനൊക്കെ നൽകാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് വ്യത്യസ്ത രീതികൾ അപ്ലൈ ചെയ്യുമായിരിക്കാം. പക്ഷെ ആളുകളെ ഇവിടെ കൊണ്ടുവരുന്നതിൽ ഭയങ്കര റെസ്ട്രിക്ഷൻ ചെയ്യാനുള്ള ഒരു സ്പേസ് വാസ്തവത്തിൽ ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇവരും റിയലിസ്റ്റിക് ആണ്. ഇവർക്ക് ഇവരുടെ എക്കണോമി വളരണം, ഇങ്ങനെ ബൂമിങ് എക്കണോമിയൊക്കെ വേണം എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഇവർക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട്, എക്സ്പെർട്സിനെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരാ നിയമം കുറച്ചും കൂടിയൊക്കെ ഓപ്പൺ ആക്കും. കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരുന്നത് 2,88,000 പേരെ ഏറ്റവും പെട്ടെന്ന് രാജ്യത്തേക്ക് കൊണ്ടുവരണം. അതോടൊപ്പം അടുത്ത 2030 ആകുമ്പോഴത്തേക്ക് 4 ലക്ഷം പേര് എങ്ങനെയായാലും ഇവിടെ ഇല്ലാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ സാധ്യതകൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഗവൺമെന്റ് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനിടയ്ക്കാണ് ഗവൺമെന്റ് പൊളിഞ്ഞു പോയതും ഷോൾസ് ഒരു വിശ്വാസ വോട്ട് തേടേണ്ട ഒരു കാര്യം. അങ്ങനെയെങ്കിൽ ഇനി പുതിയ ഗവൺമെന്റ് എങ്ങനെയായാലും വരും. അത് ചിലപ്പോൾ CDU അല്ലെ മറ്റു കക്ഷികളുമായിട്ടുള്ള കൂട്ടുകെട്ടായിരിക്കും. അത് മലയാളികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമായിട്ട് ഇവർ മാറ്റുമോ? മലയാളികൾക്ക് ഇവിടുത്തെ മാർക്കറ്റിൽ എപ്പോഴും പ്രയോജനമായിട്ട് വരും. കാരണം മലയാളികൾക്ക് അവർ പഠിച്ചിരിക്കുന്ന ജോലി ഫീൽഡ്, നേഴ്സിംഗ് അല്ലെങ്കിൽ IT ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ ഇവിടെ ജോലിക്കാരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ പുതിയ ഗവൺമെന്റ് വരുമ്പോൾ മലയാളികൾക്ക് പേടിക്കേണ്ട ഏതെങ്കിലും ഒരു കാരണമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ മലയാളികൾ ഇവിടെ വന്ന് ജർമ്മൻ ശരിയായിട്ട് പഠിച്ച് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കണം. അതാണ് പ്രധാനമായിട്ട് മലയാളികൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ വന്നാൽ ഇപ്പോഴും വിദേശികൾക്ക് നന്നായിട്ട് ജീവിക്കാനും പ്രവർത്തിക്കാനും സാധ്യത നൽകുന്ന ഒരു സൊസൈറ്റിയാണ് ജർമ്മൻ ജനത. അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാനൊക്കെ വന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതിവിശേഷം, അത് 1961 ഞാൻ വന്നിരുന്നത്. അതിനുശേഷം ഓരോ വർഷം ചെല്ലുന്തോറും ഈ എക്കണോമിക് വണ്ടറൊക്കെ അനുഭവിച്ച് ഏകദേശം ഒരു ഓയിൽ ക്രൈസിസ് വന്നപ്പോൾ 1972 OPEC രാജ്യങ്ങള് ഇസ്രായേലായിട്ടുള്ള ഈ പ്രശ്നത്തില് ഓയിലിന്റെ വില കൂടി. അപ്പോഴാണ് ശരിയായിട്ട് ഇവിടുത്തെ എക്കണോമിക് ക്രൈസിസ് കാണപ്പെട്ടത്. അന്ന് മുതൽ വിദേശികളോട് കുറച്ചൊക്കെ എതിർപ്പ് കണ്ടിരുന്നു. ആ എതിർപ്പെല്ലാം അത് ഒന്ന് അടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് 2000 മുതൽ, പ്രത്യേകിച്ച് 1990 ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും യൂണിഫിക്കേഷൻ ഉണ്ടായിരുന്നതിന് ശേഷമാണ് ഈ വിദേശികളോടുള്ള എതിർപ്പ് വീണ്ടും കൂടുതൽ നമ്മൾ കണ്ടു തുടങ്ങിയത്. അഭയാർത്ഥികൾ വന്നു തുടങ്ങിയപ്പോൾ വീണ്ടും അത് കൂടി. എങ്കിലും ജർമ്മൻ ജനത മറ്റുള്ള രാജ്യക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്ന മനസ്ഥിതിയുള്ള മനുഷ്യരാണ് മജോറിറ്റി തന്നെയെങ്കിലും. ചെറിയ ഗ്രൂപ്പുകൾ വിദേശികൾക്കെതിരായിട്ട് ഓർഗനൈസ്ഡ് ആണ്.
അവരെ സൂക്ഷിക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ കൂടുതൽ പണ്ടത്തെ പോലെ അത്ര ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റില്ല. അതെ 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 അതെ. അത് ഈ അഭയാർത്ഥികളുടെ ഒരു വലിയ കുടിയേറ്റമല്ല, അഭയാർത്ഥികളുടെ വലിയ ഒരു 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 ഇവര് അനുവദിച്ചു കൊടുത്ത ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത് ഇപ്പം യുദ്ധം നടക്കുമ്പോൾ അവിടുന്ന് 1.2 മില്യൺ ആളുകൾ ഇങ്ങോട്ട് രക്ഷ തേടി വരുമ്പോൾ ഇവർക്ക് പറ്റില്ല എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഇതൊക്കെ തന്നെ ഇവിടുത്തെ അന്തരീക്ഷം, അതുപോലെ തന്നെ ഇന്റേണൽ സെക്യൂരിറ്റി ഇവിടെ നഷ്ടമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഈ അഭയാർത്ഥികൾക്ക് ഒരു ക്യാപ്പ് ഇവർ വെക്കുമോ? അതായത് ഒരു ലെവല് ഇത്രയും മതി എന്നുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ കുടിയേറ്റം, നമ്മുടെ ആൾക്കാർ അല്ലെ മലയാളികൾ എല്ലാവരും തന്നെ പഠിച്ച് പാസ്സായിട്ട് നല്ല നിലയിൽ വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള തൊഴിൽ തേടി വരുന്നവർക്ക് ഒരു ക്യാപ്പ് ഇവർ വെക്കാൻ ചാൻസ് ഉണ്ട്? അല്ല, അത് ഇപ്പോഴേ തന്നെ അവര് തുടങ്ങി ഈ അഭയാർത്ഥികള്. അത് പക്ഷെ അഭയാർത്ഥികളും പിന്നെ വിദേശത്ത് നിന്ന് വരുന്ന എക്സ്പെർട്ടുകൾ തമ്മിൽ വ്യത്യാസപ്പെടുത്തണം. ഇപ്പോ സിറിയയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വരുന്ന അഭയാർത്ഥികളും അല്ലെങ്കിൽ ഇവിടുത്തെ എക്കണോമിക് പ്രോഗ്രസിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് വരുന്ന അഭയാർത്ഥികളെ ഒരു വശത്ത്, അതേസമയത്ത് ഇവരുടെ മാർക്കറ്റിൽ ആവശ്യമുള്ള ജോലിക്കാരെ കൊണ്ടുവരുന്ന സ്ഥിതിവിശേഷം മറ്റൊരു വശത്ത്. ഇവര് എപ്പോഴും പരിശ്രമിക്കും എക്സ്പെർട്സ് ഒഴിച്ചിട്ട് വരുന്ന അഭയാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനായിട്ട്. അത് തുടങ്ങിയവര്. അതെ, യൂറോപ്യൻ യൂണിയൻ ഒരു പൊതു നിയമം ഉണ്ടല്ലോ, ഓരോ രാജ്യക്കാരും ഇത്ര ഷെയറിങ് എടുക്കണമെന്നുള്ളത്. അപ്പൊ ഇവരത് പാലിക്കുമോ, അല്ലെങ്കിൽ ഇവര് വീണ്ടും അത് വെട്ടിക്കുറയ്ക്കും? ഇവര് വെട്ടിക്കുറയ്ക്കാൻ നോക്കും. പക്ഷെ ഇപ്പോഴത്തെ ലോകത്തിന്റെ പോക്ക് കണ്ടാല് വെട്ടിക്കുറയ്ക്കാൻ ഇവർക്ക് പറ്റില്ല. കാരണം അഭയാർത്ഥികളുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ട്. ഇത് യുദ്ധത്തിന്റെ മാത്രമല്ല, ഈ ഇതില്ലേ ക്ലൈമറ്റ് ചേഞ്ച്. ഈ ക്ലൈമറ്റ് ചേഞ്ച് വഴി തന്നെ ധാരാളം അഭയാർത്ഥികൾ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റു രാജ്യത്തേക്ക് പോയി അവസാനം അതിൽ ഒരു ചെറിയ ഭാഗം തന്നെയെങ്കിലും യൂറോപ്പിൽ ലാൻഡ് ചെയ്യും. അതിനുള്ള ടെക്നോളജിയും അതിനുള്ള മെത്തേഡും അതിന്റെ ഓർഗനൈസേഷണൽ കപ്പാസിറ്റി മറ്റുള്ള കൂട്ടർക്കും ഉണ്ട്. അതിനുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട് ഇവരെയൊക്കെ കൊണ്ടുവരാൻ. അപ്പൊ അതുകൊണ്ട് ഈ ഇന്നത്തെ പ്രത്യേക സിറ്റുവേഷനിൽ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഇവർ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിർബന്ധിതരാണ്. അതിനനുസരിച്ച് പണം ചെലവാക്കാൻ ഇവർ സന്നദ്ധരാണ്. പക്ഷെ ഇവിടെ കൊണ്ടുവരാനാണ് അവർക്ക് പ്രയാസം. അതുപോലെ മറ്റൊരു കാര്യം, ഇപ്പം ജർമ്മനിയുടെ നിലവിലെ സ്ഥിതി നോക്കിയാൽ സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതായത് ഫോക്സ് വാഗൻ കമ്പനി അതിന്റെ ആൾക്കാരെ 1,11,000 പേരെ താമസത്തിലൂടെ അവർ പുറത്തു വിടുന്നു, അല്ലെ പിരിച്ചു വിടുന്നു. അതുപോലെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫോക്സ് വാഗന്റെ ഒരു കമ്പനി ചൈനയിലുണ്ടായിരുന്നത് അത് അവർ വിറ്റു. ഇപ്പം കഴിഞ്ഞ ദിവസം തീസൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഉരുക്ക് വ്യവസായം 11,000 പേരെ വിട്ടു. അതുപോലെ ബോഷ് കമ്പനി 5,000 പേരെ അടുത്ത 2 വർഷത്തിൽ ആയിട്ട് അവർ 3,900 പേരെയും 3,800 പേരെയും അതുപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ള ആൾക്കാരെയും അവർ വിടാൻ തുടങ്ങുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ തൊഴിലുണ്ട്, പക്ഷേ തൊഴിൽ എടുക്കാനായിട്ട് ആളുകളും പുറത്തുനിന്ന് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇവരാരും തന്നെ എടുക്കുന്നില്ല. അപ്പൊ ഇതിനൊരു മാറ്റം പുതിയ ഗവൺമെന്റ് വന്നാൽ ഉണ്ടാകും. അതിനെപ്പറ്റി എങ്ങനെ പറയും? എന്റെ അഭിപ്രായത്തിൽ ജർമ്മനി സ്ട്രക്ചറൽ ചേഞ്ച് വരുത്താനായിട്ട് വളരെയധികം ലേറ്റായി. ജർമ്മനി ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രിയിൽ ആയിരുന്നു ഏറ്റവും കൂടുതൽ പുരോഗമിച്ചിരുന്നു. തിസൺ ഒക്കെ ഈ സ്റ്റീൽ കമ്പനികൾ ജർമ്മനിയുടെ ഒരു വലിയ സ്ട്രെങ്ത് ആയിരുന്നു. ഓട്ടോമൊബൈൽ കമ്പനികൾ വളരെ വലിയ സ്ട്രെങ്ത് ആയിരുന്നു. പക്ഷെ പുതിയ മോഡേൺ ടെക്നോളജി അപ്ലൈ ചെയ്യാനായിട്ട് അവര് സന്നദ്ധരായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ചൈനയൊക്കെ ഇലക്ട്രോ കാറുകളെല്ലാം
കൂടുതൽ വിറ്റു തുടങ്ങി. മറ്റു രാജ്യങ്ങൾ, അതായത് ജർമ്മൻ ഇൻഡസ്ട്രി ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സ്ട്രക്ചറൽ ചേഞ്ച് വരുത്താനായിട്ട് വളരെ ലേറ്റായി. അതിന്റെ ഫലങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ സമയത്ത് ആൾട്ടർനേറ്റീവ് ഇൻഡസ്ട്രികൾ, പുതിയ ഇൻഡസ്ട്രി ഫീൽഡ്, ബാറ്ററിയുടെയോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയോ അല്ലെങ്കിൽ വേറെയുള്ള പല പുതിയ പുതിയ ഇൻഡസ്ട്രിയൽ ഏരിയാസ് അത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് താമസിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പുതിയ ഗവൺമെന്റ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി വരികയാണെങ്കിൽ എങ്ങനെയും ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ പല റിഫോംസും വരുത്താൻ അവർ നിർബന്ധിതരാകും. അതിനുള്ള ഒരു ആറ്റിറ്റ്യൂഡും അവർക്കുണ്ട്. അതുകൊണ്ട് ഈ എക്കണോമിക് ഫീൽഡിൽ ഗവൺമെന്റ് ചേഞ്ച് വന്നാൽ ജർമ്മൻ എക്കണോമിക്ക് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ ഈ റിഫോംസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഹോസ്പിറ്റൽ റിഫോംസ് ഏറെക്കുറെ ഇവിടെ വന്ന് അതിന്റെ ആ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ അത് നിയമം പാസ്സായി. അതെ, നിയമം വന്നു. അപ്പൊ അതിന്റെ ബേസില് 1700 ആശുപത്രികളായിട്ട് കുറച്ചിട്ട് അതിൽ ഇന്ന ഇതിലേക്ക് എക്സ്പെർട്ടുകളെ കൊണ്ടുപോയിട്ട് ഓരോന്നിനും പുതിയ ഓരോ രോഗത്തിനും അല്ലെങ്കിൽ ചികിത്സയ്ക്ക് ആശുപത്രികളെ തരംതിരിക്കുന്ന ഒരു ഏർപ്പാടായിട്ട് മാറ്റിക്കഴിയുമ്പോൾ അത് മലയാളികൾക്ക് എങ്ങനെ ഗുണം ചെയ്യും? മലയാളികൾക്ക് അതുകൊണ്ട് ഇപ്പോൾ ജോലി ചെയ്യുന്ന ചില ഈ റൂറൽ ഏരിയാസ് ഉള്ള അവിടെയുള്ള ആസ്പത്രികൾ പലതും പൂട്ടും. അവിടെ ജോലി ചെയ്യുന്ന, കാരണം പുതിയ റിഫോമിൽ പറഞ്ഞിരിക്കുന്നത് എക്സ്പെർട്ടീസ് ആവശ്യമുള്ള സ്പെഷ്യലൈസ്ഡ് ആസ്പത്രികൾ ആവശ്യമുള്ളത് കൂടുതൽ പട്ടണങ്ങളിലായിരിക്കും. ഈ വളരെ പ്രിലിമിനറി സപ്പോർട്ട് മാത്രം നൽകുന്ന സെറ്റപ്പ് ആയിരിക്കും ഈ റൂറൽ ഏരിയാസിലുള്ളത്, കൂടുതൽ വില്ലേജുകളിലൊക്കെ ഉള്ളത്. അപ്പൊ അവിടെയുള്ള ആസ്പത്രികൾ ഇത്രയും നാളും എല്ലാവിധ കേസുകളും എടുത്തിരുന്നു. ആ കേസുകളിൽ നിന്ന് കേസുകളുടെ നമ്പർ കുറയും. ഈ സ്പെഷ്യലൈസ്ഡ് സപ്പോർട്ട് ആവശ്യമുള്ളവരെയൊക്കെ ഈ സ്പെഷ്യലൈസ്ഡ് ആസ്പത്രികളിലേക്ക് വിടും. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഈ റൂറൽ ഏരിയയിൽ ജോലി ചെയ്യുന്ന ഇപ്പൊ മലയാളി നേഴ്സുമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആസ്പത്രികളിലേക്ക് ജോലി ലഭിക്കുവാൻ സാധിക്കും. പിന്നെ ഒരു ഭാഗം മിക്കവാറും സീനിയേഴ്സിനെ അല്ലെങ്കിൽ മറ്റേ ഓൾഡ് ഏജ് ഹോമിലൊക്കെ ജോലി ചെയ്യാനുള്ള സാധ്യത കൂടും. അപ്പൊ അതുകൊണ്ട് ഒരു ചേഞ്ച് ഉണ്ടാകും. പക്ഷെ അതുകൊണ്ട് ആളുകളുടെ ആവശ്യമുള്ള ഡിമാൻഡുള്ള പേഴ്സണൽ അതിന്റെ നമ്പർ കുറയില്ല. അതുകൊണ്ട് ജോലി പോയൊന്നുമില്ല, പക്ഷെ ചേഞ്ച് ഉണ്ടാകും. അതുപോലെ മറ്റൊരു കാര്യം, ഇപ്പം സാമ്പത്തികമായിട്ട് ജർമ്മനി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുറത്തുള്ള ആളുകള് പലരും ഇങ്ങനെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞു കേട്ടതാണ്. പക്ഷെ അതിനെ ഒട്ടും ഞാൻ അതിനോട് യോജിക്കത്തുമില്ല. അതായത് ഇവിടെ ഹൗസ് ബിൽഡിംഗ് നടത്തുന്നു, അല്ലെ പഠനത്തിന് വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ തന്നെ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ വിദ്യാഭ്യാസത്തിന് ചെയ്യാനായിട്ട് വരുന്നവരിൽ നിന്ന് കൂടുതൽ പണം ഈടാക്കും എന്നുള്ള ഒരു റൂമർ ചുമ്മാതെ കൊണ്ടുവരുന്നുണ്ട്. രണ്ടാമത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനോട് എല്ലാ മേഖലകളിലും ഇപ്പോൾ അവര് പെർഗ്യൂറ്റിംഗ് പോലെ ഒരു ഹോണറേറിയം പോലെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നിർത്തലാക്കും എന്ന് പറയുന്ന ഒരു റൂമറുണ്ട്. ഇതിനെ എത്രമാത്രം ശരിവെക്കുന്നുണ്ട്? ഈ ഡിമാൻഡ്, അതായത് വിദേശികൾക്ക് പ്രത്യേക ഫീസ് നൽകണമെന്നുള്ള നിയമം വരുത്തുക എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് എങ്ങനെ ഒരു 50 വർഷമായിട്ട് ഉള്ള ചർച്ചയാണ്. അത് ഇതുവരെയായിട്ടും അങ്ങനെ നടന്നിട്ടില്ല. പക്ഷെ ഏതെങ്കിലും ഒരു പാർട്ടി ഡിമാൻഡ് വയ്ക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം അവര് ഈ കാശ് കുറച്ച് ലാഭിക്കാൻ വേണ്ടിയിട്ടും ഇൻകം സ്വല്പം കൂട്ടാൻ വേണ്ടിയിട്ടും യൂണിവേഴ്സിറ്റിയിൽ സബ്സിഡി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള ഒരു നിയമം
വരുത്താൻ സാധ്യതയുണ്ട്. പക്ഷെ അത് അത്ര റിയലിസ്റ്റിക് ആണോ എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ മറ്റേ രണ്ടാമത്തെ ചോദ്യം എന്നായിരുന്നു? ഹൗസ് ബിൽഡിംഗ് ഫെർഗ്യൂറ്റും. അതും സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഫെർഗ്യൂട്ടിങ് കുറച്ചു കഴിഞ്ഞാൽ ഇവിടേക്കുള്ള വരവ് കുറയും. ഇവർക്ക് ആവശ്യം ആൾക്കാർ കിട്ടാനാണ്. അതായത് ചില ഇൻസെന്റീവ് കൊടുത്താലേ വിദേശത്ത് നിന്നും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് വരുന്ന ആൾക്കാർ ഇവിടേക്ക് വരുള്ളൂ. കാരണം ജർമ്മനിക്ക് പല ഡിസഡ്വാൻറ്റേജ് ഉണ്ട് വിദേശികൾക്ക് ഇവിടെ വരാൻ. അതിൽ പ്രത്യേക ഡിസഡ്വാൻറ്റേജ് ഭാഷയാണ്. പക്ഷെ ജർമ്മനിയിലെ ഈ വൊക്കേഷണൽ ട്രെയിനിങ്, പ്രൊഫഷണൽ ട്രെയിനിങ്ങിന് ജർമ്മനിയുടെ സിസ്റ്റം ഡുവൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് പ്രാക്ടീസ് ഒരു വശത്തും തിയറി മറ്റൊരു വശത്തും കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആ സിസ്റ്റം ജർമ്മനിയുടെ ഒരു പ്രത്യേകതയാണ്. അതിലേക്ക് ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നല്ല ഭാവിയുണ്ട്. അപ്പോ ഒരു പക്ഷേ അങ്ങനെയുള്ള കോഴ്സുകളിൽ പങ്കെടുക്കുന്ന വിദേശികൾക്ക് ഒരുപക്ഷെ ജർമ്മൻകാർക്ക് ലഭിക്കുന്ന റിനമറേഷൻ കുറയോ ഇല്ലേ എന്നുള്ളത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനുഷ്യർ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ എനിക്കത് അത്ര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നില്ല. കാരണം ജർമ്മനി എൻ്റെ അഭിപ്രായത്തിൽ മിക്ക സമയത്തും കളർ നോക്കാതെ, ജെൻഡർ നോക്കാതെ ഒരേ ജോലിക്ക് ജെൻഡറും ഒക്കെ നോക്കിയിട്ട് കുറവും വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷെ പൊതുവെ ജർമ്മൻ കമ്പനികൾ ഒരേ ജോലിക്ക് ഒരേ റെന്യൂമറേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് പഠനത്തിന്റെ സമയത്തും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ മലയാളികള് കൂടുതലായിട്ട് ഹൗസ് ബിൽഡിങ്ങിനായിട്ട് ജർമ്മനി സെലക്ട് ചെയ്യുമ്പോൾ ഇവർക്കാർക്കും ഒരു പേടിയുടെയോ അല്ലെ ഭയാശങ്കകളുടെ ഒരു ആവശ്യവും ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഇവിടെ വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. 3 കൊല്ലത്തെ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞിട്ട് നേരെ ജോലിക്ക് കയറുന്നു. താല്പര്യമുള്ളവർ അതിന്റെ ബാക്കി വൈറ്റർ പഠിച്ചു പോകുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു തൊഴിൽ മേഖല പുഷ്ടിപ്പെടുത്തുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ജർമ്മനി ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ ഒരു ചിന്തയുണ്ട്, അക്കാഡമിക് പഠനം യൂണിവേഴ്സിറ്റി പോയാലേ ശരിയാകുള്ളൂ, വൊക്കേഷണൽ ട്രെയിനിങ് അത്ര നല്ലതല്ല. പക്ഷെ ജർമ്മനിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വൊക്കേഷണൽ ട്രെയിനിങ് ചെയ്തിട്ട് ഒരു നല്ല ഫീൽഡിൽ ഒരു എക്സ്പെർട്ടായിട്ട് മൈസ്റ്ററായിട്ടൊക്കെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പാസ്സാകുന്നവരെക്കാൾ കൂടുതൽ സാലറി ഒക്കെ ലഭിക്കുന്ന ഒരു ഭാഗമാണ് ഈ വൊക്കേഷണൽ ട്രെയിനിങ്. അതെ, അടിസ്ഥാനപരമായിട്ടൊരു വിദ്യാഭ്യാസം, അത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ചെയ്യുക എന്നുള്ളതാണ് ഹൗസ് ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അഭിരുചി അനുസരിച്ച് മുന്നോട്ട് ഏതറ്റം വരെയും പഠിക്കാൻ പറ്റുന്ന ഒരു രാജ്യം, പഠിക്കാൻ ഗവൺമെന്റ് തന്നെ അല്ലെ ആർബൈറ്റ്സ് ഗേബർ തന്നെ, അതായത് എംപ്ലോയർ തന്നെ സഹായിക്കുന്ന ഒരു രാജ്യം. ആ ഒരു നിലയിൽ നോക്കുകയാണെങ്കിൽ ഇതിന് 100% പക്വത വന്ന ഒരു സ്ഥലമാണ്, ഒരു രാജ്യമാണ് ജർമ്മനി. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ പുതിയ തെരഞ്ഞെടുപ്പിൽ വരും കാലങ്ങളിൽ അല്ലെ 2025 ഫെബ്രുവരി 23 ശേഷം പ്രതിഫലിക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചർച്ചയുടെ കൺക്ലൂഷനിലേക്ക് കടക്കുമ്പോൾ, അതായത് ജർമ്മനിയിലെ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ സിഇഒ ആയിട്ട്, അതായത് കാൾ കൂബൽ സ്റ്റിഫ്റ്റൂങ്ങിന്റെ സിഇഒ ആയിട്ട് വർഷക്കാലം ജോലി ചെയ്തതിന് ശേഷം ഇപ്പോൾ റിട്ടയർമെന്റ് ജീവിതത്തിൽ കടന്നിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ജർമ്മനിയുടെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ അതൊരു ചെറിയ കാലത്തേക്ക് മാത്രം ആയിട്ട് നിന്നുകൊണ്ട് ജർമ്മനി വീണ്ടും പഴയപടി പുഷ്ടിപ്പെടുമോ എന്നുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് പറയുക? എനിക്ക് ജർമ്മൻകാരില് അവരുടെ കഴിവില് വളരെയധികം വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇപ്പോ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്, ചലഞ്ചസ് പെട്ടെന്ന് ക്യൂവേഡ് ആകാനുള്ള ഒരു സ്ഥിതിയല്ല. കാരണം ഇതിന്
ലോങ് ടേം എഫക്റ്റിൽ നിന്നും വന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതിന്റെ ചികിത്സ കുറച്ച് കൂടുതൽ നാളെടുക്കും. പക്ഷെ ഇവര് അത് ഓവർകം ചെയ്യും. അവർക്ക് അതിനുള്ള കഴിവുണ്ട്, അവർക്ക് അതിനുള്ള സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒപ്റ്റിമിസ്റ്റിക് ആണ്. പക്ഷെ കുറച്ച് കൂടുതൽ നാള്, അതായത് പെട്ടെന്ന് അങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമല്ല. അവരേതായാലും അത് ഓവർകം ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അത് ലോകത്തിനും നല്ലതാണ്. അതായത് ജർമ്മനി യൂറോപ്പിലെ ഏറ്റവും വലിയ എക്കണോമിക് പവറാണ്. അങ്ങനെ വളരെയധികം കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ബന്ധങ്ങളിലൊക്കെ വളരെയധികം കൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, ഇന്റർമീഡിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യം തീർച്ചയായിട്ടും മുന്നോട്ട് പോകും എന്നുള്ള ഓപ്റ്റിമിസ്റ്റിക് വിശ്വാസമാണ് എനിക്കുള്ളത്. അത് ഈ ക്യൂർ ചെയ്യുന്ന എന്ന് പറയുമ്പോൾ അത് എല്ലാ മേഖലയും വരുമോ, അതോ ചില മേഖലകൾ മാത്രം പെട്ടെന്ന് ഒരു കുതിപ്പിലേക്കും മറ്റുള്ളത് സാവകാശം അല്ലെങ്കിൽ ഗ്രാജുവലി വരുന്ന ഒരു ഇതാണോ ഉദ്ദേശിക്കുന്നത്? ആദ്യം വാസ്തവത്തില് കുതിപ്പിലേക്ക് വരേണ്ട ഒരു കാര്യം എക്കണോമിക് ഭാഗമാണ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ടാണല്ലോ സോഷ്യൽ ഫീൽഡില് ഉപയോഗിക്കേണ്ടി വരുന്നത്. നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഈ പ്രായമായവരുടെ പ്രശ്നങ്ങൾ കൂടി വരുന്നു. പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പല ശുശ്രൂഷകളൊക്കെ ചെയ്യാനായിട്ടുള്ള ഡിമാൻഡുകൾ കൂടി വരുന്നു. സ്കൂളിൽ പഠിപ്പിക്കാൻ ഈ ടീച്ചേഴ്സിനെ കിട്ടുന്നില്ല. അങ്ങനെ എല്ലാ ഫീൽഡിലും നോക്കിയാൽ ഈ എക്സ്പെർട്സിന്റെ കുറവാണ്, പേഴ്സണലിന്റെ കുറവാണ്. പിന്നെ എനിക്ക് അത്ഭുതം തോന്നുന്നത്, നമ്മളിപ്പോ കേൾക്കുന്ന വിശേഷം പല കമ്പനികളിൽ നിന്നും ആൾക്കാരെ പിരിച്ചുവിടുന്നുണ്ട്. പക്ഷെ ഈ ആൾക്കാർക്ക് ഉള്ള കഴിവ് ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചർ ഇതുവരെയായിട്ട് ഇവിടെ അവരെ അബ്സോർബ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഇവിടെ ഇതുവരെയായിട്ടും ഡെവലപ്പ് ചെയ്തതായിട്ട് കാണുന്നില്ല. കാരണം വളരെ കഴിവുള്ളവരെയാണ് ഇപ്പൊ പിരിച്ചുവിടുന്നത് ഈ കമ്പനികൾ. അവർക്ക് പക്ഷെ പലപ്പോഴും 50 വയസ്സൊക്കെ കഴിഞ്ഞ കൂട്ടരെ എവിടെയെങ്കിലും എടുത്ത് ജോലി ചെയ്യിപ്പിക്കാൻ പല കമ്പനികളും സന്നദ്ധരല്ല. അത് ഒരു വിരോധാഭാസമാണ്. വാസ്തവത്തിൽ അവരെയൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. അല്ല, അതിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പം ഫോക്സ്വാഗൻ കമ്പനി, ഫവി കമ്പനിയിൽ നിന്ന് 1,10,000 പേരെ അവർ വിടാൻ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. അതിൽ 30,000 പേരെ അത് ബെത്രോഫനായി. അപ്പൊ അതിനകത്ത് മലയാളികൾ ഉൾപ്പെടെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട്. അവരെന്നോട് പറഞ്ഞത് 7 വർഷം ഞങ്ങള് ജോലി ചെയ്തിട്ട് നല്ല നിലയിൽ നല്ല പൊസിഷനിൽ ജോലി ചെയ്തിരുന്ന ഞങ്ങളൊക്കെ ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾക്ക് മെയിൽ വരുന്നു, നിങ്ങൾ നാളെ തൊട്ട് ജോലിക്ക് വരണ്ട, നിങ്ങളെ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ അതിനകത്ത് ഇടപെടാൻ പറ്റിയതാണ് കമ്പനിയുടെ തന്നെ ഒരു പാനൽ ഉണ്ടല്ലോ. ആ പാനലിൽ ഇവർക്ക് ഞങ്ങളെ ഇങ്ങനെ വിടുന്നു എന്ന് പറയാനുള്ള റൈറ്റ് പോലും എടുത്തു കളഞ്ഞ ഒരു സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നത്. അതെ, ബെട്രീപ്സ് റൈറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവർക്ക് പഴയ ലാവണത്തിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെട്ട ആ ഒരു അവസരം വന്നപ്പോൾ അവർക്ക് പുതിയ അതേ തരത്തിൽ കിട്ടിയില്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ടും സാമ്പത്തികപരമായിട്ടും അവർക്കൊരു വലിയ പ്രശ്നമാണ് വരുന്നത്. അപ്പൊ അതാണ് അങ്കിള് സൂചിപ്പിച്ചത്. അവരെ ഉൾപ്പെടുത്തി ഒരു പുതിയ സ്റ്റാർട്ടിങ് അവർക്ക് തുടങ്ങാനായിട്ട് ഇവിടുത്തെ ഗവൺമെന്റോ അല്ല മറ്റ് കമ്പനികളോ അല്ലെങ്കിൽ ഇവിടുത്തെ സോഷ്യൽ ഫ്രെയിംവർക്കിൽ കൂടെ എന്തെങ്കിലും ഒരു സാഹചര്യമോ ഇല്ല എന്നുള്ളത്. അതെ, വാസ്തവത്തിൽ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ആർബൈറ്റ്സാംറ്റും ആർബൈറ്റ്സ് അഗന്റൂർ എന്നൊക്കെ പറഞ്ഞ്, അതായത് ഇങ്ങനെയുള്ള കോർഡിനേറ്റ് ചെയ്യാനും അങ്ങനെ ഈ പല സാഹചര്യങ്ങളിലും സൊല്യൂഷൻ കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള ഏജൻസികൾ ഇവിടെ ഉണ്ട്. പക്ഷെ അവരാരും ഈ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അതെ, അതാണ് പ്രശ്നം. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു വലിയ കടമ്പയായിട്ട് നമ്മുടെ മുന്നിൽ, അല്ലെ നമ്മളുടെ ആളുകളുടെ മുന്നിൽ, ഇനിയും വരുന്ന മലയാളി കുടിയേറ്റ സമൂഹത്തിന്റെ മുന്നിൽ വെല്ലുവിളിയായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് പുതിയ ഒരു ജർമ്മനിയെ കെട്ടിപ്പടുക്കാനുള്ള ഒരു സാഹചര്യം
ഭരണകക്ഷിക്കാർ ആരാണെങ്കിലും അവരുണ്ടാക്കട്ടെ എന്നുള്ള ഒരു ഒരു ആശംസ അല്ലെ ഒരു പ്രതീക്ഷ മാത്രമേ പ്രതീക്ഷിക്കാൻ നമുക്ക് വകയുള്ളൂ. പുതിയ തെരഞ്ഞെടുപ്പ് പുത്തൻ ഉണർവ് നൽകും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക്. അതെ അതെ. അപ്പൊ അതാണ് നമ്മളും കരുതുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ജർമ്മനിയിലെ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് തലയെടുപ്പുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് SPD. 155 വർഷത്തെ പഴക്കമുള്ള ഒരു പാർട്ടിയാണ്. പക്ഷെ അവരാണ് ഇപ്പൊ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കൂപ്പ് കുത്തിച്ചത് ഈ ഭരണക്കാരാണ്. അപ്പൊ ഇതൊക്കെ തന്നെ അതിന്റെ പുതിയ മെഷേഴ്സ് ആയിട്ട് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ആശംസിക്കുന്നു. അതോടൊപ്പം നല്ലൊരു എന്താ പറയുക, ആശയങ്ങൾ, അതായത് ജർമ്മനിയെ പറ്റിയും ജർമ്മനിയിലേക്കുള്ള കുടിയേറ്റത്തെ പറ്റിയും ജർമ്മനിയുടെ വിശേഷങ്ങളെ പറ്റിയും നന്നായിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ച ഡോക്ടർ ജോർജ് അരീക്കൽ അങ്കിളിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ചർച്ചകൾ നമുക്ക് വീണ്ടും ഉടൻ തന്നെ നടത്തേണ്ടി വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി എല്ലാവിധ ആശംസകളും നേരുന്നു, നന്ദി അറിയിക്കുന്നു. ജോസ്, ഇത് നമ്മുടെ ജോയിന്റ് കൺട്രിബ്യൂഷനാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.